വയനാട് ദുരന്തബാധിതരെ കൈയൊഴിഞ്ഞ് കേന്ദ്രം. ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നതിൽ ഇടപെടാൻ കഴിയില്ലെന്ന് ധനവകുപ്പ് സഹമന്ത്രി പങ്കജ് ചൗധരി. അടൂർ പ്രകാശ് എംപിയുടെ ചോദ്യത്തിനാണ് മന്ത്രി ലോക്സഭയിൽ മറുപടി നൽകിയത്. വിവരങ്ങളുമായി സിബി ജോസഫ് തന്നെ ചേരുകയാണ്. സിബി, കോടതിയിലടക്കം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ രൂക്ഷ വിമർശനങ്ങൾക്ക് നിദാനമായ സംഭവമായിരുന്നു ഇത്. വീണ്ടും ഒരു സഹായവുമില്ല കേരളത്തിൽ നിന്ന് ആവർത്തിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ധനവകുപ്പിലെ സഹമന്ത്രി നൽകിയ മറുപടിയുടെ വിശദാംശങ്ങൾ? ഇന്നിപ്പോൾ അടൂർ പ്രകാശ് എം പിയാണ് ചോദിച്ച ചോദ്യത്തിനാണ് ധനവകുപ്പ് സഹമന്ത്രിയായ പങ്കജ് ചൗധരി ലോക്സഭയിൽ മറുപടി നൽകിയത്. അതായത് വയനാട് ദുരന്ത ബാധിത ബാങ്ക് വായ്പ അത് എഴുതിത്തള്ളണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉന്നയിക്കുകയും അതിൽ കോടതി ഉൾപ്പെടെ ഹൈക്കോടതി ഉൾപ്പെടെ ഇത്തരത്തിൽ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഇടപെടണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ നിലപാടുകളിൽ നിന്നും മാറുന്നില്ല. മാത്രമല്ല അത് കൃത്യമായി ലോക്സഭയിലെ ചോദ്യത്തിന് മറുപടിയായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. അതായത് വയനാട് ദുരന്തബാധിത ബാങ്ക് വായ്പ തള്ളുന്ന കാര്യത്തിൽ അത് ഇടപെടാൻ കഴിയില്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ പങ്കജ് ചൗധരി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ ഇടപെട്ടുകൊണ്ട് ഇതിൽ ഈ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളാനുള്ളൊരു തീരുമാനമെടുക്കണമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി അടക്കം ആവശ്യപ്പെട്ടിരുന്നു. അതുകൂടാതെ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഈ അടൂർ പ്രകാശ് എം പി ഒരു ചോദ്യം ഇത്തരത്തിൽ രേഖാമൂലം ചോദിച്ചത്. ഈ രേഖാമൂലം ചോദ്യത്തിലാണ് ഇപ്പോൾ ധനവകുപ്പ് സഹമന്ത്രി പങ്കജ് ചൗധരി ലോക്സഭയിൽ മറുപടി നൽകിയിരിക്കുന്നത്. അതായത് വയനാട് ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതുന്നതിൽ ഇടപെടാൻ കഴിയില്ല. സിബി, ഇതിനകത്ത് പച്ചക്കള്ളം പറയുന്ന സാഹചര്യമുണ്ടായി. 529 കോടി രൂപയിൽ 1 രൂപയും ചിലവഴിച്ചിട്ടില്ല എന്ന്. അവിടെ നടത്തിയിട്ടുള്ള എല്ലാ പുരോഗതികളും മാതൃകാപരമായ ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളിലെടുത്ത ചുവടുവയ്പ്പുകൾ, പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം കൈക്കൊണ്ട കാര്യങ്ങളൊക്കെ മറച്ചുവെച്ചിട്ടാണ് ലോക്സഭയിൽ അവകാശലംഘനം നടത്തിയത് ഈ സഹമന്ത്രി. നമുക്കറിയാം, ഈ വയനാട്ടിൽ ഒന്നാമതായി വയനാട്ടില് ദുരന്ത സഹായത്തിനായി 1 രൂപ പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകമായ ഒരു ദുരന്തമായി അതിനെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അതിന് അധിക സഹായം വേണമെന്ന ആവശ്യം 2100 കോടി രൂപയുടെ പാക്കേജ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും ഇതുവരെയും 1 രൂപ പോലും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഈ നൽകിയ 529 കോടിയും കടമായിട്ടാണ്, വായ്പയായിട്ടാണ് നൽകിയത്. അതും സഭയെ മറച്ചു വെച്ചു. 529 കോടി രൂപയും വായ്പയായിട്ടാണ് നൽകിയത്. പക്ഷേ ഈ ദുരന്തബാധിത പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സഹായമായി നൽകിയ തുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ധനവകുപ്പ് സഹമന്ത്രിയുടെ മറുപടി പറയുന്നത്. ആ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നൽകിയ കേന്ദ്ര സഹായം അതും ഇതുവരെ ചെലവഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഈ മറുപടിയിൽ വ്യക്തമാക്കണം. തീർത്തും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ഈ കേന്ദ്ര സഹായം ചെലവഴിക്കാൻ വേണ്ടി 2025 ഡിസംബർ 31 വരെ കാലാവധിയുണ്ട്. അപ്പൊ ഈ 529 കോടി ഇതുവരെ ചെലവഴിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയാണ്. കാരണം നമുക്കറിയാം, ഒന്ന് ഇത് കടമായി നൽകിയ പണമാണ്, മറ്റൊന്ന് കേരളം ആവശ്യപ്പെട്ട 2100 കോടി രൂപ ഇതുവരെയും നൽകിയിട്ടില്ല. വയനാട്ടിലെ പ്രത്യേകമായ പാക്കേജ് ഇതുവരെയും കേന്ദ്രം അനുവദിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള പലതവണ കേന്ദ്ര ധനമന്ത്രിയെയും മറ്റു പലരെയും കണ്ടെങ്കിലും ഇതുവരെയും ആ സഹായം ലഭിച്ചിട്ടില്ല. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ അടൂർ പ്രകാശ് എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി ഒന്ന് ഈ ബാങ്ക് വായ്പ ഇടപെടാൻ കഴിയില്ല, മറ്റൊന്ന് ഇതുവരെയും അനുവദിച്ച തുക ചെലവഴിച്ചിട്ടില്ല എന്നുള്ള 2 മറുപടി നൽകിയിരിക്കുന്നത്. ശരി, വയനാടിൻ്റെ വിഷയത്തിൽ വീണ്ടും കേരളത്തെ തഴയുകയാണ് കേന്ദ്രം. മാത്രമല്ല, അവകാശ ലംഘനം നടത്തുന്നു, സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നു, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ്. ഇതാണ് ഇതിൻ്റെ വിശദാംശങ്ങളാണ് സിബി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.